എല്ലാവർക്കും പുതിയ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം. MS വേർഡ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ. അത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് എന്താണ് MS വേർഡ്, എന്തിനു വേണ്ടിയാണ് MS വേർഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നൊക്കെ നോക്കാം. നമ്മുടെ ഒരു സിസ്റ്റത്തിൽ രണ്ട് തരം സോഫ്റ്റ്വെയറുകളുണ്ട്. സിസ്റ്റം സോഫ്റ്റ്വെയറും ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറും. സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ OS ആണ്. നമ്മുടെ ഒരു സിസ്റ്റം പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് OS അഥവാ സിസ്റ്റം സോഫ്റ്റ്വെയർ. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ ചില എഡിറ്റിങ്ങും മറ്റ് ഡോക്യുമെൻ്റ് ടൈപ്പ് ചെയ്യുന്നതിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന വ്യത്യസ്തങ്ങളായ ആപ്ലിക്കേഷൻസുകളെയാണ് നമ്മൾ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറുകളെന്ന് പറയുന്നത്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറുകളിൽ ഒന്നാണ് ഈ MS വേർഡ് എന്ന് പറയുന്നത്. ഇത് മൈക്രോസോഫ്റ്റ് ഓഫീസിലുള്ളതാണ്. ഈ MS വേർഡ്, പവർ പോയിൻ്റ്, എക്സൽ, മറ്റു കുറച്ച് ആപ്ലിക്കേഷൻസ് കൂടി ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഇതെല്ലാം കൂടി വരുന്നതാണ് ഒരു MS ഓഫീസ് എന്ന് പറയുന്നത്. ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്, ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് MS വേർഡാണ്. നേരത്തെ പറഞ്ഞതുപോലെ MS വേർഡ് എന്ന് പറയുന്നത് ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. നമ്മൾ യൂസ് ചെയ്യുന്നത് ഡോക്യുമെൻ്റ് ഫയലൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ഡോക്യുമെൻറ്റ്സൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് MS വേർഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഞാനിതിൽ 2013 2007 ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഫസ്റ്റ് ഞാൻ 2013 ഓപ്പൺ ചെയ്യാം. 2013 MS വേർഡാണിത്. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് ഇത് വരുന്നത്. 2007 ഓപ്പൺ ചെയ്യാം. 2007 ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ഇത് 2007 2013 രണ്ടും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ ഇതാണ് 2007 2013 തമ്മിലുള്ള ഡിഫറൻറ്റ്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഇത് 2013 ഞാൻ ക്ലോസ് ചെയ്യണം. 2007 ആണ് എന്തുകൊണ്ടും പഠിക്കാൻ ഈസി എന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ശരി, ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഡോക്യുമെൻറ്റ്സ് ടൈപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതലും ഈ MS വേർഡ് യൂസ് ചെയ്യുന്നത്. പിന്നെ ചെറിയ ചെറിയ പോസ്റ്ററുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ ഇതിൽ ക്രിയേറ്റ് ചെയ്യാം. എന്നിരുന്നാലും കൂടുതൽ ആളുകൾ യൂസ് ചെയ്യുന്നത് ഡോക്യുമെൻറ്റ്സ് ഒക്കെ ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. റെസ്യൂമ, ലെറ്റർ, അതുപോലെയുള്ള കൊട്ടേഷൻ അതുപോലെയുള്ള ഓരോ ഡോക്യുമെൻറ്റ്സുകൾ കൂടുതലും ടൈപ്പ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് MS വേർഡ്. വളരെ ഈസിയാണ് MS വേർഡ് പഠിക്കാനും അതുപോലെ തന്നെ യൂസ് ചെയ്യാനും. ഫസ്റ്റ് നമ്മളൊരു ഫയൽ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേജ് സെറ്റ് ചെയ്യണം. പേജ് സെറ്റ് ചെയ്യുന്ന പേജിൻ്റെ സൈസ് നമ്മൾ ആദ്യം സെറ്റ് ചെയ്ത് കൊടുക്കണം. ഇതിൽ ഡിഫോൾട്ടായിട്ട് കിടക്കുന്ന സൈസ് വന്നിട്ട് ലെറ്റർ സൈസാണ്. ലെറ്റർ സൈസിലാണ് നമ്മളിപ്പോൾ ടൈപ്പ് ചെയ്യുന്നതെങ്കിൽ ചിലപ്പോൾ അത് നമ്മൾ A4 സൈസിൽ എടുക്കുമ്പോഴത്തേക്കും നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു അലൈൻമെൻറ്റിലൊക്കെ കറക്റ്റ് ചിലപ്പം കിട്ടാൻ സാധ്യത കാണത്തില്ല. അതുകൊണ്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഏതൊരു ഫയലും ടൈപ്പ് ചെയ്യുന്നതിന് മുന്നേ, ഏതൊരു ഡോക്യുമെൻ്റ് ഫയലും ടൈപ്പ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് പേജ് സൈസ് ചേഞ്ച് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടി ആദ്യം നമ്മൾ പോകേണ്ടത് പേജ് ലേഔട്ടിലാണ്. മുകളിൽ ആ ടാബ് കണ്ടല്ലോ, അതിൽ ഇത് നമ്മൾ ക്ലിക്ക് ചെയ്യുക. പേജ് ലേഔട്ട് എന്ന് പറയുന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോഴത്തേക്കും നമുക്ക് ഇത്രയും ഓപ്ഷൻസൊക്കെ ഇതാ ഇവിടെ കാണാം. ഈ ഫീച്ചേഴ്സൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇതിൽ മാർജിൻസ്, ഓറിയൻറ്റേഷൻ, സൈസ്, കോളംസ്. മാർജിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ അറിയാമല്ലോ, നമ്മൾ ഈ 4 വശത്തും ഉള്ള മാർജിൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ് മാർജിൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നോർമൽ മാർജിൻ തന്നെയാണ് ഇതിൽ കിടക്കുന്നത്. ഓറിയൻറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈഡിലാണെങ്കിൽ പോർട്രേറ്റും, ഹൊറിസോണ്ടലാണെങ്കിൽ ലാൻഡ്സ്കേപ്പും നമുക്ക് സെലക്ട് ചെയ്യാം. ലാൻഡ്സ്കേപ്പ് സെലക്ട് ചെയ്യുമ്പോൾ ഇത് ഇങ്ങനെ വരും. പോർട്രേറ്റ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനെ വരും. ഓക്കെ, അപ്പോൾ ഇത് സൈസ് നമ്മൾ എത്രയാണ്, ഇതിപ്പോൾ ഓൾറെഡി ഇതിൽ ഇപ്പോൾ A4 സൈസാണ് ഇതിലിപ്പോൾ സെറ്റ് ചെയ്തിട്ടിരിക്കുന്നത്. ഓക്കെ, ഏതൊരു ഫയൽ ഓപ്പൺ ചെയ്യുമ്പോൾ ലെറ്റർ സൈസാണ് ഡിഫോൾട്ടായിട്ട് കിടക്കുന്നതെങ്കിൽ നിങ്ങളത് മാറ്റി കൊടുക്കണം. A4 സൈസിലാക്കിയിട്ട് മാത്രമേ നമ്മൾ വർക്കൊക്കെ ചെയ്യാൻ പാടുള്ളൂ. പിന്നെ കോളം, അതിപ്പോൾ തൽക്കാലം നമുക്കത് നോക്കേണ്ട കാര്യമില്ല. കോളം വെച്ച് ചെയ്യേണ്ട സന്ദർഭങ്ങൾ വരുമ്പോൾ അത് നമുക്ക് പഠിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യം മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഒന്നും കൂടെ പറയാം. ബ്ലാങ്ക് വിൻഡോ എടുത്തു കഴിയുമ്പോൾ
നേരെ പേജ് ലേഔട്ടിലേക്ക് വരിക. അവിടെ നിന്ന് പേപ്പർ സൈസ് സെലക്ട് ചെയ്യുക. A4 സൈസ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവിടെ A4 സൈസാവും. അവിടെ നമുക്ക് വീണ്ടും ഹോമിലേക്ക് വരാം. ഇനിയാണ് നമ്മുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ ഗ്രേസ് ഗ്രാഫ്റ്റൊക്കെ എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്ത് കൊടുത്തു. അപ്പോൾ നമ്മളിപ്പോൾ ഒരു വേർഡ് അല്ലെങ്കിൽ ഒരു സെൻറ്റൻസ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് നമ്മളത് സെലക്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? മൗസ് ഇവിടെ കൊണ്ടുവന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ലെഫ്റ്റ് സൈഡിലേക്ക്, അതായത് ലെഫ്റ്റ് ബട്ടൺ അമർത്തുക. ലെഫ്റ്റ് ബട്ടൺ, അതായത് മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ അമർത്തിക്കൊണ്ട് ഇങ്ങനെ നമ്മൾ ഡ്രാഗ് ചെയ്യുമ്പോഴത്തേക്കും സെലക്ഷൻ വരും. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ടെക്സ്റ്റ് സെലക്ട് ചെയ്തിട്ടുണ്ട്. അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോണ്ട് മാറ്റാൻ പോകുന്നു. ഫോണ്ട് മാറ്റുന്നതിന് മുമ്പ് ഞാൻ സൈസ് ഒന്ന് കൂട്ടി കൊടുക്കാം. അപ്പോൾ നമ്മൾ സൈസ് കൂട്ടാൻ വേണ്ടിയിട്ട് ഈ ഫോണ്ട് എന്ന് പറയുന്ന ഓപ്ഷനിലാണ് നമ്മൾ വരുന്നത്. മനസ്സിലായോ? ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന ഇതിനകത്ത് കിടക്കുന്ന, അതായത് ഈ ഫോണ്ട് എന്ന് പറയുന്ന ഈ ടാബിനകത്ത് കിടക്കുന്ന ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇതിപ്പം തീരെ സ്മോൾ ടെക്സ്റ്റ് ആയതുകൊണ്ട് ഇതിനെ നമുക്ക് ഇൻക്രീസ് ചെയ്യാം. ഫോണ്ട് 72 and 48 കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഈ ഫോണ്ട് സൈസ് കൂട്ടി കൊടുത്തത് ഇതാ ഈ ഭാഗത്താണ്. കണ്ടോ, ഈ 48 എന്ന് കണ്ടല്ലോ. ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു ഡൗൺ ആരോ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് നമ്പേഴ്സ് ഇവിടെ കാണാൻ സാധിക്കും. ആ നമ്പർ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. അതല്ല നിങ്ങൾക്ക് അതിൽ ഇവിടെ നമുക്ക് 72 വരെ ഇതിൽ ഡിഫോൾട്ടായിട്ട് കൊടുത്തിട്ടുള്ളൂ. ബാക്കി നമ്മൾ വേണമെങ്കിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ മുകളിൽ നമ്മളിതിൽ ഈ മൗസിൽ കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ലെഫ്റ്റ് ബട്ടൺ തന്നെയാണ്. അപ്പോൾ എന്താ ഈ 48 എന്ന് നടക്കുന്നില്ലേ, ഈ കഴ്സർ ബ്ലിങ്ക് ചെയ്യുന്ന സ്ഥലത്ത് വന്നിട്ട് ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ കീബോർഡിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക എത്രയാണ് നമ്പർ വേണ്ടതെന്നുള്ളത്. ഇപ്പോൾ 100 കൊടുത്തു, എൻ്റർ അടിച്ചു കൊടുക്കണം. സൈസ് ഇൻക്രീസ് ആയിട്ടുണ്ട്. 72-ൽ കൂടുതൽ നമുക്ക് സൈസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവിടെ കൊണ്ടുപോയി ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു സെലക്ഷൻ ഇങ്ങനെ നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് ഇഷ്ടമുള്ള നമ്പർ എന്ത് ചെയ്യാം, ടൈപ്പ് ചെയ്ത് കൊടുക്കാം. കണ്ടോ? ഓക്കെ, 72-ന് താഴോട്ടുള്ള നമ്പറുകളൊക്കെ നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആണ്. ഓക്കെ, ഞാൻ ഇപ്പോൾ 48 കൊടുക്കുകയാണ്. അടുത്ത് ചെയ്യാൻ പോകുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോണ്ട് ചേഞ്ച് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിന് ഈ 48 എന്ന് കണ്ടില്ല, ഈ സൈസിൻ്റെ തൊട്ടിപ്പുറത്തെ തന്നെ കാൽബറി ബോഡി എന്ന് പറഞ്ഞിട്ട് ഒരു ഫോണ്ട് നെയിം നമുക്ക് കാണാൻ സാധിക്കും. അതിലൊരു ഡൗൺ ആരോ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്കതാ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫോണ്ട്സ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. നമുക്ക് ഇഷ്ടമുള്ള ഫോണ്ട് എന്ത് ചെയ്യാം, ഞാൻ ഈ ഫോണ്ട് സെലക്ട് ചെയ്തു. ഓക്കെ, നമുക്ക് ഇഷ്ടമുള്ള ഫോണ്ട്, അതായത് ഈ ഡൗൺ ആരോ ക്ലിക്ക് ചെയ്യുക. നമുക്ക് ഇഷ്ടമുള്ള ഫോണ്ടിലേക്ക് ഈ മൗസ്, അതായത് ഈ കഴ്സർ കൊണ്ടുവന്നിട്ട് ക്ലിക്ക് ചെയ്താൽ മതി. അതായത് ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. നമുക്ക് ഇഷ്ടമുള്ള ഫോണ്ടിൽ കൊണ്ടുവന്ന് ലെഫ്റ്റ് ബട്ടൺ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ സെലക്ട് ചെയ്തു. നമ്മളിങ്ങനെ ഈ ഫോണ്ട് ഞാൻ സെലക്ട് ചെയ്തു. അപ്പോൾ ഓക്കെ, ഇത്രയും മനസ്സിലായെന്ന് കരുതുന്നു. അടുത്തായിട്ട് നമ്മൾ സാധാരണ ഈ ടൈറ്റിൽ ഹെഡിങ് ഒക്കെ കൊടുക്കുമ്പോൾ എല്ലാം ക്യാപിറ്റൽ ലെറ്ററാണ് സാധാരണ കൊടുക്കാറ്. അപ്പോൾ ഇപ്പോൾ എന്തെങ്കിലും ഒരു മാറ്റർ ടൈപ്പ് ചെയ്തിട്ട് പെട്ടെന്ന് നമുക്ക് അതിലെന്തെങ്കിലും ചേഞ്ചസ്, ഇതുപോലെ ലെറ്റർ ചേഞ്ച്, അതായത് ലെറ്റർ കേസ് ചേഞ്ച് ചെയ്യണം. അങ്ങനെ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് ഇപ്പം നമ്മൾ ഈ ഫോണ്ട് സെലക്ട് ചെയ്തതും ഫോണ്ടിൻ്റെ സൈസ് സെലക്ട് ചെയ്തതിൻ്റെ തൊട്ട് താഴെയായിട്ട് സ്മോൾ ലെറ്ററും ക്യാപിറ്റൽ ലെറ്ററുമായിട്ടുള്ള എ ഉണ്ട്. ആ എയുടെ തൊട്ടടുത്തായിട്ട് ഒരു ഡൗൺ ആരോ ഉണ്ട്. ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ സെൻറ്റൻസ് കേസ് ഉണ്ട്, ലോവർ കേസ് ഉണ്ട്, അപ്പർ കേസ് ഉണ്ട്, ക്യാപിറ്റലൈസ് ഈച്ച് വേർഡ് ഉണ്ട്, ടോഗിൾ കേസ് ഉണ്ട്. നമ്മൾ കൂടുതലും കമ്പ്യൂട്ടറിൽ യൂസ് ചെയ്യുന്നത് ലെഫ്റ്റ് ബട്ടണാണ് മൗസിൻ്റെ. അപ്പോൾ എവിടെ പോയി ക്ലിക്ക് ചെയ്താലും ഒരു സംഭവം നമ്മൾ സെലക്ട് ചെയ്യണമെങ്കിൽ വേറെ ഒന്നും ചിന്തിക്കേണ്ട, ലെഫ്റ്റ് ബട്ടൺ അങ്ങ് പ്രസ് ചെയ്താൽ മതി. ഞാൻ ഇവിടെ തന്നെ വന്നപ്പോൾ ആ കഴ്സർ ഇവിടെ കൊണ്ടുവന്നപ്പോൾ തന്നെ ആ കളർ ചേഞ്ച് വരുന്നുണ്ട്, ഒരു യെല്ലോ കളറ്. ഓക്കെ, അപ്പോൾ അതിൽ ഞാൻ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോഴത്തേക്കും സെൻറ്റൻസ് കേസ് വന്നിട്ടുണ്ട്. സെൻറ്റൻസ് കേസ് കൊടുത്തു, അത് വേണ്ട. ലോവർ കേസ് കൊടുത്തു, ലോവർ കേസും വേണ്ട. അപ്പർ കേസ് കൊടുത്തു. ഓക്കെ, അപ്പർ കേസ് കൊടുത്തു. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഫോണ്ട് സൈസ് അല്പം കൂടി ഒന്ന് കുറച്ച് കൊടുക്കാം. കാരണം എല്ലാം അപ്പർ കേസ് ആയപ്പോഴത്തേക്കും അതിൻ്റെ സൈസും എന്ത് ചെയ്തു, കൂടി. അപ്പോൾ 36 കൊടുത്തിട്ടുണ്ട്. അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ബോൾഡ് ആക്കാൻ പോവുകയാണ്. ടൈറ്റിൽ ഹെഡിങ് ഇതൊക്കെ വരുമ്പോൾ ബോൾഡ് ആയിരിക്കത്തില്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ബി എന്നുള്ള ഓപ്ഷനാണ്, അതായത് ഇത് ബോൾഡാണ്. ഇപ്പോൾ ഞാൻ നോക്ക്
ഈ കഴ്സർ പോകുമ്പോൾ കണ്ടോ യെല്ലോ കളർ ആവുന്നുണ്ടോ? കഴ്സർ വന്നിടത്ത് യെല്ലോ കളറായി, അതാണ് ബോൾഡ്. കണ്ടോ ബോൾഡായി, ബോൾഡ് മാറി. കണ്ടോ ബോൾഡായി, ബോൾഡ് മാറി. കണ്ടല്ലോ മാറ്റം വരുന്നുണ്ടല്ലോ. ഓക്കെ, ഇപ്പം ബോൾഡാണ്. ബോൾഡായിട്ട് കിടക്കുമ്പോൾ അവിടെ ഒരു യെല്ലോ കളറായിട്ട് കിടക്കും. ബോൾഡ് മാറി കിടന്നാൽ അവിടെ ഒന്നും കാണത്തില്ല, കളർ ചേഞ്ചസ് ഒന്നും കാണത്തില്ല. ബോൾഡ് ആകുമ്പോൾ അവിടെ ഒരു യെല്ലോ കളറാകും. ഓക്കെ, മനസ്സിലായല്ലോ? ഓക്കെ, അടുത്ത് നമ്മൾ ഇറ്റാലിക്ക് ആക്കണമെങ്കിൽ ഇറ്റാലിക്ക് അതിന് തൊട്ടടുത്ത് തന്നെ ഉണ്ട് ഇറ്റാലിക്. കണ്ടോ? അപ്പോൾ അത് ഇറ്റാലിക്ക്, അതിൻ്റെ കളർ ചേഞ്ച് വന്നു, കളർ മാറി, അപ്പോൾ ഇറ്റാലിക്ക് മാറി. അപ്പോൾ നമ്മളത് ക്ലിക്ക് ചെയ്യുമ്പോൾ വേണമെങ്കിൽ ക്ലിക്ക് ചെയ്യുക, വേണ്ടെങ്കിൽ അത് നമ്മൾ ചെയ്യേണ്ട കാര്യമല്ല. അടുത്ത അണ്ടർലൈൻ. അണ്ടർലൈൻ വേണമെങ്കിൽ അത് യു പോലെ വന്നിട്ട് അതിൻ്റെ അടിയിലൊരു അണ്ടർലൈൻ ഉണ്ട്, അതിൻ്റെ തൊട്ടടുത്തൊരു ഡൗൺ ആരോ ഉണ്ട്. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അണ്ടർലൈൻസ് നമുക്കിവിടെ അവൈലബിൾ ആണ്. കണ്ടോ? ഈ യുവിൽ തന്നെ അങ്ങ് ക്ലിക്ക് ചെയ്താൽ മതി. അത് വേണ്ട എങ്കിൽ തിരിച്ചും അതേപോലെ ആ യുവിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഇപ്പോൾ എന്തോ ഒരു സംഭവം നിങ്ങൾ ഇതിൽ ഇപ്പോൾ വേണമെന്ന് പറഞ്ഞ് നിങ്ങളിതിൽ ക്ലിക്ക് ചെയ്താൽ അത് വേണ്ട എന്നുണ്ടെങ്കിൽ അതിൽ തന്നെ പോയി നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ മതി, അതങ്ങ് മാറിക്കോളും. അടുത്ത് സ്ട്രൈക്ക് ത്രൂ. ഇത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം യൂസ് ചെയ്യുന്നത്. സ്ട്രൈക്ക് ത്രൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കുറുകെ കണ്ടോ, ലെറ്ററിൻ്റെ കുറുകെയായിട്ട് ഒരു വെട്ട് വരും. അപ്പോൾ ഈ സ്ട്രൈക്ക് വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. അടുത്ത് 2 ഓപ്ഷനുണ്ട്, അത് പറഞ്ഞു തരാം. ഇനി അടുത്തതിൻ്റെ മുകളിൽ നമ്മൾ ഈ സൈസ് മാറ്റിയില്ലേ, ഫോണ്ട് സൈസ് മാറ്റിയതിന് തൊട്ട് മുകളിലായിട്ട് ഈ കളർ മാറുന്നുണ്ടോ, ഞാൻ ഇങ്ങനെ കഴ്സർ മൂവ് ചെയ്യുന്നുണ്ടോ ഈ ഭാഗത്ത് വന്നിട്ട്. അപ്പോൾ ഈ ഭാഗത്ത് വന്നിട്ട് നമുക്ക് എന്താണ്, ആദ്യം ഇവിടെ ഒരു എ കാണാം, ഗ്രോ ഫോണ്ട്, അതായത് ഇൻക്രീസ് ആകുന്നത്, ഫോണ്ടിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യുന്നതാണ് ഇത്. കണ്ടോ? നമ്മളിവിടെ വന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുന്നതിനെക്കാട്ടിൽ ഈസിയാണ്. ഇവിടെ വന്നിട്ട് നമ്മൾ അതിൽ തന്നെ ക്ലിക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കൂടിക്കൊണ്ടിരിക്കും. അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് ചെറിയൊരു സ്മോൾ എ കാണാം. സ്മോൾ എ അല്ല, ക്യാപിറ്റൽ ലെറ്റർ എ ആണ്. അതിനെ ചെറുതായിട്ടാണ് അതിൽ കൊടുത്തിരിക്കുന്നത് ഐക്കൺ. നമ്മൾ അതിൽ പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് ഫോണ്ട് സൈസ് കുറയും എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ ഫോണ്ട് സൈസ് കുറഞ്ഞിട്ടുണ്ട്. തൊട്ട് ഇതിൻ്റെ ഇപ്പുറത്ത് വന്നിരിക്കുന്നതാണ് ക്ലിയർ ഫോർമാറ്റ്. നമ്മൾ ഇതുവരെ ചെയ്തത് ഒന്നും നമുക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്യുക, പഴയ ആ ഒരു മെത്തേഡിലേക്ക് പോകും. നമ്മൾ എന്തൊക്കെ ഇതിൽ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ടോ അതെല്ലാം മാറും. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് നോക്കേണ്ടത് അലൈൻമെൻറ്റ്സ് ആണ്. അപ്പോൾ അലൈൻമെൻറ്റ്സ് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പാരഗ്രാഫ് എന്ന് പറയുന്ന ഒരു സെക്ഷനുണ്ട്. പാരഗ്രാഫ് സെക്ഷൻ, ഈ ഒരു ടാബ്, ഈ ഒരു പാരഗ്രാഫ് സെക്ഷനിലാണ് അലൈൻമെൻറ്റ്സ് ഉൾപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് അലൈൻമെൻറ്റ്സ്. കണ്ടല്ലോ, ഇതൊക്കെ അലൈൻമെൻറ്റ്സ്. അപ്പോൾ നമുക്കിനി ഇതിനകത്തുള്ള സംഭവങ്ങൾ നോക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം നോക്കുന്ന അലൈൻമെൻ്റ് ആണ്. ഇപ്പോൾ ഇതിൽ കിടക്കുന്നതെന്ന് വന്നിട്ട് ലെഫ്റ്റ് അലൈൻമെൻ്റ് ആണ്. ഓക്കെ, ലെഫ്റ്റ് അലൈൻമെൻറ്റിലാണ് ഇപ്പോൾ ഇത് കിടക്കുന്നത്. തൊട്ടടുത്ത് സെൻട്രൽ അലൈൻമെൻ്റ് ഉണ്ട്. ഇപ്പം ഞാൻ സെൻട്രൽ അലൈൻമെൻറ്റ് കൊടുത്തു. അടുത്ത് റൈറ്റ് അലൈൻമെൻറ്റ് കൊടുത്തു. അത് കഴിഞ്ഞ് ജസ്റ്റിഫൈ കൊടുത്തു. ഇത് ലെഫ്റ്റാണ്, ഇത് സെൻറ്ററാണ്. അപ്പോൾ വീണ്ടും ഞാൻ സെൻറ്റർ ആക്കിയിരിക്കുകയാണ്. അപ്പോൾ മനസ്സിലായല്ലോ, ലെഫ്റ്റ്, സെൻറ്റർ, റൈറ്റ്, ജസ്റ്റിഫൈ എന്നുള്ളത് നമ്മളൊരു ഡോക്യുമെൻറ്റ് ടൈപ്പ് ചെയ്യുമ്പോഴേ നമുക്കത് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ലെഫ്റ്റ്, സെൻറ്റർ, റൈറ്റ്. ഓക്കെ, അപ്പോൾ ഞാൻ സെൻറ്ററിലായിട്ട് കൊടുത്തിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് ടാബ്സൊക്കെ നമുക്ക് കാണാൻ സാധിക്കും, കുറച്ച് ഓപ്ഷൻസ്. ഇതൊക്കെ വന്നിട്ട് ബുള്ളറ്റ്സ്, പിന്നെ വന്നിട്ട് നമ്പറിങ്, പിന്നെ എന്താണ് മൾട്ടി ലെവൽ ലിസ്റ്റ്, മാറ്റർ ടൈപ്പ് ചെയ്യുമ്പോൾ നമ്പർ ഇട്ട് ടൈപ്പ് ചെയ്യേണ്ട മാറ്റർ, പിന്നെ ബുള്ളറ്റ്സ് കൊടുത്ത് ടൈപ്പ് ചെയ്യേണ്ട മാറ്റർ, ചിലപ്പോൾ ചില ചിഹ്നങ്ങൾ മാത്രം കൊടുത്ത് നമ്മൾ ഇങ്ങനെ ടൈപ്പ് ചെയ്യുമല്ലോ, പാരഗ്രാഫാണ് ടൈപ്പ് ചെയ്യുക. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഈ മുകളിൽ കിടക്കുന്ന ഓപ്ഷൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതൊക്കെ നമുക്ക് പിന്നീട് പഠിക്കാൻ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അത്യാവശ്യമായിട്ട് പഠിക്കേണ്ടത്. ഇനി ഇതിൽ പഠിക്കേണ്ട മനസ്സിലാക്കി വയ്ക്കേണ്ട വേറൊരു കാര്യം, ഇപ്പോൾ ഞാൻ ഇത് എൻട്രി കൊടുത്തപ്പോൾ ഈ മുകളിലത്തെ ടെക്സ്റ്റും ഈ താഴത്തെ ടെക്സ്റ്റും തമ്മിൽ സ്പേസ് ഡിഫറൻസ് ഉണ്ട് അല്ലേ, ഇത്രയും സ്പേസ് ഡിഫറൻ്റ് ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് സ്പേസിന്. അപ്പോൾ നമുക്ക് ഈ സ്പേസ് നമുക്ക് ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ 1 ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് നമ്മൾ ഇങ്ങനെയൊക്കെ കൊടുക്കുമ്പോൾ ഇത്രയും സ്പേസ്, അതായത് ഈ 2 ലൈനുകൾ തമ്മിൽ ഇത്രയും സ്പേസ് വേണ്ട എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, ഇത് വന്നിട്ട് പാരഗ്രാഫ് സ്പേസാണ്. ഈ 2 ടെക്സ്റ്റുകളും തമ്മിലുള്ള പാരഗ്രാഫ് സ്പേസാണ് നമ്മൾ ഈ കാണുന്നത്, ഇതിൻ്റെ നടുക്ക് കാണുന്നത്.
ഇതിൻ്റെ ഈ നടുക്കായിട്ട് കാണുന്നത് ഈ രണ്ട് ടെക്സ്റ്റുകൾ തമ്മിലുള്ള ലൈൻ സ്പേസ്, അതായത് പാരഗ്രാഫ് സ്പേസ് ആണ്. അപ്പോൾ ഈ പാരഗ്രാഫ് സ്പേസ് നമ്മളിവിടെ കറക്റ്റ് ആക്കിയാൽ ഇതിന് കറക്റ്റ് ലൈൻ സ്പേസിൽ നിൽക്കത്തുള്ളൂ. ഇതിപ്പോൾ കറക്റ്റ് ലൈൻ സ്പേസ് അല്ല, പാരഗ്രാഫ് സ്പേസ് ആണ്. കാരണം ഞാൻ എൻ്റർ കൊടുത്താണ്. നമ്മളിപ്പോൾ ഏതൊരു ലെറ്ററും, അതായത് മീൻസ് ഏതൊരു സെൻറ്റൻസിനെ നമ്മൾ താഴോട്ടാക്കാൻ എൻ്റർ കൊടുത്താൽ അവിടെ ഒരു പാരഗ്രാഫാണ് ആവുന്നത്. അവിടെ അപ്പോൾ ഒരു പാരഗ്രാഫ് സ്പേസ് ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് പാരഗ്രാഫ് സ്പേസ് വേണ്ട. അപ്പോൾ അത് നമ്മൾ മാറ്റണമെങ്കിൽ ഇത് കഴ്സർ വരുന്നുണ്ടോ, കഴ്സർ വരുമ്പോൾ കളർ ചേഞ്ച് വരുന്നുണ്ടോ, ഇത് ലൈൻ സ്പേസിങ് ആണിത്. ഓക്കെ, അപ്പോൾ ഈ ലൈൻ സ്പേസിങ്ങിൽ ക്ലിക്ക് ചെയ്തിട്ട് ഏറ്റവും താഴെ വരണം, കണ്ടോ, റിമൂവ് സ്പേസ് ആഫ്റ്റർ പാരഗ്രാഫ്. ഈ മുകളിലെ ടെക്സ്റ്റ് ഇല്ലേ, ആ ടെക്സ്റ്റിന് ശേഷമുള്ള പാരഗ്രാഫ് അതെന്ത് ചെയ്യുക, റിമൂവ് ചെയ്യാം. ഓക്കെ, ഇതിവിടെ വ്യത്യാസം വന്നത് കണ്ടല്ലോ. ഒന്നും കൂടെ ഞാൻ പറയാം. ഇപ്പം അവിടെ ഒരു പാരഗ്രാഫ് സ്പേസ് വന്നിട്ടുണ്ട്. ആ പാരഗ്രാഫ് സ്പേസ് അവിടെ റിമൂവ് ചെയ്യണമെങ്കിൽ ഏറ്റവും താഴെ വരെ റിമൂവ് സ്പേസ് ആഫ്റ്റർ പാരഗ്രാഫ് നോക്കാം. കണ്ടല്ലോ, റിമൂവ് സ്പേസ് ആഫ്റ്റർ പാരഗ്രാഫ് കണ്ടല്ലോ. ഇതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത സ്പേസ് വന്നിട്ട് പേജസൊക്കെ ഒരുപാട് നമുക്ക് വേസ്റ്റ് ആവും. അപ്പോൾ എപ്പോൾ നോക്കിയാലും നമ്മൾ എന്ത് ചെയ്യുക, ഇതങ്ങ് റിമൂവ് ചെയ്തുവിടുക. അപ്പോൾ ഇപ്പോൾ ഇത് തങ്ങളിൽ ഇപ്പോൾ ആക്ച്വലായിട്ടുള്ള സ്പേസാണ് ഈ രണ്ട് ടെക്സ്റ്റുകൾ തമ്മിലുള്ളത്. ആ പാരഗ്രാഫിൻ്റെ ആ സ്പേസ് അങ്ങ് മാറി. ഇനിയിപ്പോൾ ഈ രണ്ട് ടെക്സ്റ്റുകളും തമ്മിൽ നമുക്ക് കുറച്ചുകൂടെ സ്പേസ് കൂട്ടണമെങ്കിൽ കൂട്ടാം. ഇത്രയൊന്നും വേണ്ട. നമ്മൾ നോർമലായിട്ട് ഒരു ഡോക്യുമെൻ്റ് ടൈപ്പ് ചെയ്യുമ്പോൾ 1 മതി, അല്ലെങ്കിൽ 1.15 വേണമെങ്കിൽ കൊടുക്കാം. 1.15 വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. ഇത് മനസ്സിലായെന്ന് കരുതുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ പഠിച്ചത്. ഫോണ്ട് ചേഞ്ചിങ് പഠിച്ചു, അതുപോലെ തന്നെ ഫോണ്ടിൻ്റെ സൈസ് കൂട്ടാനും കുറയ്ക്കാനും ഈ ഷോർട്ട് വേയിലും നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ നമുക്ക് ബോൾഡാക്കാൻ പഠിച്ചു, ഇറ്റാലിക്ക്, അണ്ടർലൈന്, ചേഞ്ച് കേസ്, ഇത്രയും സംഭവങ്ങൾ പഠിച്ചു. അതുപോലെ തന്നെ അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത്രയും ഒരു ഭാഗത്തിൻ്റെ ബാക്കിൽ നമുക്ക് എന്ത് ചെയ്യണം, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കണമെങ്കിൽ ABC എന്ന് പറഞ്ഞിട്ട് നമുക്ക് ടെക്സ്റ്റ് ഹൈലൈറ്റ് കളർ. ഇപ്പം നമ്മൾ ന്യൂസൊക്കെ കാണുമ്പോൾ ചില പ്രധാനപ്പെട്ട കേസിനെ കുറിച്ചൊക്കെ ഉള്ള ന്യൂസൊക്കെ കാണുമ്പോൾ അതിൽ ചില ഭാഗങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ടാകും, കളർ ചെയ്ത്. അപ്പോൾ അതിനൊക്കെ ഇതാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ആദ്യം ക്ലിക്ക് ചെയ്യുന്നില്ല, നമ്മൾ ഫുൾ സെലക്ട് ചെയ്തിട്ട്, ഇപ്പോൾ ഇത് മാത്രമാണ് സെലക്ട് ചെയ്തിട്ട് കൊടുത്താൽ അത് മാത്രം എന്ത് ചെയ്യും, അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും അത് മാത്രം കളർ ചേഞ്ച് ആവും. ഇത് ഫുള്ളും നമ്മൾ സെലക്ട് ചെയ്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ ക്ലിക്ക് ചെയ്താൽ അത് ഫുൾ എന്ത് ചെയ്യുന്നു, കളർ ചേഞ്ച് ആവുന്നു. പിന്നെ വേറൊരു രീതിയിൽ നമുക്ക് കൊടുക്കാം. അതായത് ഈ ഡൗൺ ആരോ ഇല്ലേ, ഈ ഡൗൺ ആരോയിൽ ക്ലിക്ക് ചെയ്യാം. നമുക്ക് ഇഷ്ടപ്പെട്ട കളർ, ഓരോ ലെറ്ററിൻ്റെ ബാക്കിലും ഓരോ കളർ കൊടുക്കണമെന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ ബ്ലൂ സെലക്ട് ചെയ്യാണ് കളർ പാറ്റേണിൽ നിന്ന്. അപ്പോഴത്തേക്കും നമ്മളിവിടെ വരുമ്പോഴത്തേക്കും കണ്ടോ, അപ്പോൾ നമ്മളിവിടെ നിന്ന് സെലക്ട് ചെയ്ത് വരുമ്പോഴത്തേക്കും നമുക്ക് കഴ്സർ കണ്ടോ, കഴ്സറിൻ്റെ ഷേപ്പ് നോക്ക്, ഈ ഒരു ഷേപ്പാണ്. പക്ഷേ ഇവിടെ വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ ഷേപ്പ് മാറിയതുണ്ട്. ഇപ്പം കണ്ടോ, കഴ്സറിൻ്റെ അതായത് എവിടെയാണോ കഴ്സർ നിൽക്കണത് ആ സ്ഥലത്ത് വരുമ്പോഴത്തേക്കും ഇതിൻ്റെ ഷേപ്പ് മാറുന്നുണ്ട്. അതായത് ഈ ഒരു ടെക്സ്റ്റിൻ്റെ സറൗണ്ടിങ്സിൽ, അതായത് ഈ ഒരു ടെക്സ്റ്റിൻ്റെ സറൗണ്ടിങ്സിൽ നിൽക്കുമ്പോൾ അതിൻ്റെ ഷേപ്പ് മാറുന്നുണ്ട്. കുറച്ച് നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ കഴ്സർ ഈ കഴ്സർ ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന കഴ്സർ മാറുന്നത് കണ്ടോ, അതിൻ്റെ ഷേപ്പ് ഇപ്പോൾ മാറിയതുണ്ടോ. ഈ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഡ്രാഗ് ചെയ്യുക, മൗസ് ഡ്രാഗ് ചെയ്യുക. അപ്പോൾ മൗസ് മൂവ് ചെയ്യുക, പ്രസ് ചെയ്തുകൊണ്ട് മൗസ് മൂവ് ചെയ്യുമ്പോഴത്തേക്കും അങ്ങ് വിടുക. അപ്പോൾ ആ കളർ അവിടെ വന്നു. അടുത്ത് വീണ്ടും വേറൊരു ലെറ്ററിന് വേറെ ഒരു കളർ വേണമെന്ന് വെച്ചോളൂ. അപ്പോൾ അതിലെന്ത് ചെയ്യാം, റെഡ് എടുത്തു, വീണ്ടും അതിൻ്റെ ഷേപ്പ് വേണ്ടല്ലോ, ഇതിപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടോ, ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക കണ്ടോ, ഓക്കെ. അടുത്ത് വേറൊരു കളർ സെലക്ട് ചെയ്തു, ഇവിടെ വന്ന് ക്ലിക്ക് ചെയ്തു, ഡ്രാഗ് ചെയ്തു, ഉണ്ടോ, ക്ലിക്ക് ചെയ്തു, ഡ്രാഗ് ചെയ്തു. ഓക്കെ, നിങ്ങൾ മനസ്സിലായെന്ന് കരുതുന്നു. ഓക്കെ, അങ്ങനെ നമുക്ക് ഡിഫറെൻറ്റ് കളർ നമുക്ക് എന്ത് ചെയ്യാം, കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു കളർ വരുമ്പോഴത്തേക്ക് നിങ്ങൾ വിചാരിക്കും ആ ഫോണ്ട് കാണാൻ പറ്റുന്നില്ലല്ലോ എന്നൊരു പക്ഷെ നിങ്ങൾ ചിന്തിക്കും. അപ്പോൾ ഇത് നോക്കിയാൽ ഇത് മാറിയിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, വീണ്ടും അതിൽ ചെന്ന് തന്നെ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. ടെക്സ്റ്റ് ഹൈലൈറ്റ് കളർ എന്ന് പറയുന്ന ആ ഓപ്ഷനിൽ തന്നെ തിരിച്ചു പോയി ക്ലിക്ക് ചെയ്യണം. ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോഴത്തേക്ക് ആ സെലക്ഷൻ ആ ഒരു നേരത്തെ ഉണ്ടായിരുന്ന ആ കഴ്സർ നമുക്ക് മാറി നോർമൽ കഴ്സറിലേക്ക് വന്നിട്ടുണ്ട്. ഈ ടെക്സ്റ്റ് സെലക്ട് ചെയ്യാം. നമുക്കിനി ഫോണ്ട് കളർ മാറ്റി കൊടുക്കാം. ഇവിടെ കണ്ടല്ലോ, ഫോണ്ട് കളർ എയിൽ കളർ ചേഞ്ച് ആവുന്നേണ്ട, ഇതാണ് ഫോണ്ട് കളർ മാറ്റുന്നത്. അപ്പോൾ ഇതിൽ വന്നിട്ട് ഡൗൺ ആരോ ക്ലിക്ക് ചെയ്യുക, വൈറ്റ് കൊടുക്കുകയാണ്. ഓക്കെ, വൈറ്റ് കൊടുത്തു. ഓക്കെ, മനസ്സിലായെന്ന് കരുതുന്നു.
അപ്പോൾ അത് വീണ്ടും അത് വേണ്ട എങ്കിൽ വേറൊരു കളർ സെലക്ട് ചെയ്യുക. ആദ്യം ടെക്സ്റ്റ് സെലക്ട് ചെയ്യണം, ടെക്സ്റ്റ് സെലക്ട് ചെയ്യണം, എന്നിട്ട് ഓക്കെ ഇഷ്ടമുള്ള കളർ എന്ത് ചെയ്യാം, നമുക്കിങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയാണ് ഈ ഒരു സെക്ഷനിൽ നമ്മൾ നോക്കിയത്. അടുത്ത് നമുക്ക് ഒന്നും കൂടെ ഒരു കാര്യം കൂടെ നോക്കാനുണ്ട്.